ഈമാൻ ഇളക്കാൻ പറ്റൂല, പറ്റരുത്. അതൊരു മുഅ്മിനായ സത്യവിശ്വാസിന്റെ ലക്ഷണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണം എന്താ? സത്യവിശ്വാസിയുടെ ലക്ഷണം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സ്വഹാബാക്കളുടെ ഇടയിൽ നിന്ന് പറഞ്ഞു, ഇന്ന മിനശ്ശജരി ശജറത്തൻ ലാ യസ്ഖുതു വറഖുഹാ മസലുഹാ കമസലിൽ മുഅ്മിൻ. ഇന്ന മിനശ്ശജരി ശജറത്തൻ ലാ യസ്ഖുതു വറഖുഹാ. വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഒരു വൃക്ഷമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, സ്വഹാബാക്കളോട് പറയാം, മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്. എന്താണ് ആ മരം? ലാ യസ്ഖുതു വറഖുഹാ. ആ മരത്തിന്റെ ഇല കൊഴിഞ്ഞു വീഴൂല, ഉണങ്ങിയാലും വീഴൂല. എല്ലാ മരത്തിന്റെയും ഇല എന്ത് ചെയ്യും? ഉണങ്ങിയാൽ കൊഴിഞ്ഞോളൂ. ഇതിന്റെ ഇല എന്താവൂല? ഉണങ്ങിയാലും കൊഴിഞ്ഞാവൂല. ബുഖാരിയിലെ ഹദീസ. മസലുഹാ കമസലിൽ മുഅ്മിൻ. അതിനെ ഉപമിക്കുകയാണെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യനോടാണ് ഉപമിക്കാൻ പറ്റുക. മുഅ്മിനായ മനുഷ്യന്റെ സ്ഥിതി അതാണ്. മുഅ്മിനായ മനുഷ്യന് എന്ത് കാറ്റും കോളും ഉണ്ടായാലും അവന്റെ ഈമാനിന് ഇളക്കുണ്ടാവൂല. ഈ മരത്തിന്റെ മാതിരി എന്ത് കാറ്റടിച്ചാലും ശരി, ഈ മരത്തിന് ഏത് കാറ്റ് കൊണ്ടും അതിന്റെ ഇല ഇളക്കാനോ കൊഴിച്ചടിച്ചാനോ സാധ്യമല്ല. അങ്ങനത്തെ ഒരു സ്ഥിതി ഈ മരത്തിനുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ഈ മുഅ്മിനായ മനുഷ്യൻ. ആ മുഅ്മിനായ മനുഷ്യനെ ഒരിക്കലും തന്നെ അവന്റെ ഈമാൻ ഇളക്കാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാണ്, സാധ്യമല്ലത്. ഏതാണ് ആ മരം? ഏതാണ് ആ മരം? ബഹുമാനപ്പെട്ട റസൂൽ സഹാബാക്കളോട് പറഞ്ഞു, അംബിഊനി മാഹിയ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു കുലുക്കൽ കേൾക്കുമ്പോഴേക്ക് കുലുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താ? അങ്ങനത്തെ കാറ്റും കോളും ഒക്കെ പലതും ഉണ്ടാവും. അതൊക്കെ മുഅ്മിനീങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളാ, നമ്മളെ ഈമാൻ പരീക്ഷിക്കാൻ വേണ്ടി വരുന്നതാ. അതിലൊന്നും നമ്മൾ കുലുങ്ങേണ്ടതില്ല. അവരെയൊക്കെ വയ്യാക്കും വയ്യാഹും, അവരെ നിങ്ങൾ നല്ലോണം സൂക്ഷിച്ചോളി. ലാ യുദില്ലൂനക്കും വലാ യഫ്തിനൂനക്കും. അവര് നിങ്ങളെ പഴപ്പിക്കാതിരിക്കട്ടെ, നിങ്ങളെ ഫിത്നയാക്കാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ. അപ്പൊ ഈ മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണമൊത്ത മരം ഏതാണ്? ആ മരം അതാണ് ഈത്തപ്പന മരം. സഹാബാക്കളോട് ചോദിച്ചു, അംബിയൂനി മായിയ, നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയോ? സ്വഹാബാക്കളതാ പലതിലേക്കും പോയി, കാട്ടിൽക്കും മലീക്കും ഒക്കെ കയറി. ഏതാ ഈ മരം? ഉണങ്ങിയാലും ഇല കൊഴിഞ്ഞാടാത്ത മഴ ഏതാണ്? ബുഖാരിയുടെ ഹദീസാ. ഉണങ്ങിയാലും കൊഴിഞ്ഞാടാത്ത മര ഏതാ? അത് നോക്കി ഒലിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ കാട്ടിലും മലയിലും ഒക്കെ കയറിയിട്ടൊന്നും ഈ മരം കാണുന്നില്ല. കാരണം എല്ലാ മരത്തിന്റെ ഇല എന്താവുന്നുണ്ട്? ഉണങ്ങിയാ കൊഴിഞ്ഞാടുന്നുണ്ട്. ഇതെന്തായാലും കൊഴിഞ്ഞാടൂല എന്നാ പറയുന്നത്. അപ്പൊ അവർക്കൊരു പിടുത്തം കിട്ടാതെ ഖാലൂ യാ റസൂലല്ലാഹ് അല്ലാഹു അഅലമു വറസൂലുഹു, അല്ലാഹുവും റസൂലിനും മാത്രമേ അറിയുള്ളൂ, ഞങ്ങൾക്ക് തിരിയണില്ല എന്ന് പറഞ്ഞു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പക്ഷേ എന്റെ കൽബിൽ അപ്പൊ തന്നെ ഓർമ്മ വന്നു, മനസ്സിലുദിച്ചു. ആ മരം ഏതാണ്? ഈത്തപ്പനയാണ്. ഈത്തപ്പന മരമാണെന്ന് എനിക്കെന്റെ മനസ്സിൽ തോന്നി. പക്ഷെ ഞാൻ മിണ്ടിയില്ല. എന്താ ഉണ്ടായിരുന്നത്? ഞാനേ അദബും കുരുത്തും പഠിച്ച മോനാ. ഞാൻ അദബും കുരുത്തും പഠിച്ച ആളാ. എന്റെ വാപ്പയും ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളും ബഹുമാനപ്പെട്ട സ്വഹാബാക്കളിൽപ്പെട്ട കിബാറുകളൊക്കെയുള്ള ഒരു സദസ്സിൽ ഒരു ചെറുപ്പക്കാരനായ ഞാൻ ഇവർക്കൊന്നും ഉത്തരം കിട്ടാതിരുന്നപ്പോൾ ഞാനത് എണീറ്റ് നിന്ന് മറുപടി പറയുന്നത് അദബുകേടാണെന്ന് ഞാൻ പഠിച്ചിരുന്നു. അതുകൊണ്ട് ഞാനതിന് മറുപടി പറയാൻ നിന്നില്ല. എല്ലാവരും പറഞ്ഞു, യാ റസൂലല്ലാഹ് ഞങ്ങൾക്കറിയില്ല, തങ്ങൾ എന്നെ പറഞ്ഞേരീന്ന്. അപ്പൊ റസൂല് പറഞ്ഞു, അതല്ല, നിങ്ങളെ മൂക്കിന്റെ മുന്നിലും നിങ്ങളെ മുറ്റത്തുള്ള ഈത്തപ്പനല്ലേ അത്? ഈത്തപ്പന ശരിയാ. അപ്പോഴാണ് എല്ലാവർക്കും ഓ ശരിയാണ്, ഈത്തപ്പന മരത്തിന്റെ മട്ടല് ഇത്ര ഉണങ്ങിയാലും അയിമങ്ങനെ ഏത് കാറ്റടിച്ചാലും ചാടൂല. അതൊന്നിരിക്കലും വെട്ടിച്ചാടിക്കണം, അല്ലെങ്കിൽ കേറി പിടിച്ച് വലിച്ചതിങ്ങോട്ട് പറിച്ചിടണം. അപ്പോഴേ ആ ഈത്തപ്പന മരത്തിന്റെ ഉദാഹരണമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. റസൂൽ പറയാണ്, മസലുഹാ കമസലിൽ മുഅ്മിൻ. അതിന്റെ ഉദാഹരണം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം. എന്താ മുഅ്മിനായ മനുഷ്യനും ഈ മരവും തമ്മിലുള്ള ഈ സാമ്യം? എന്താണ് ഈ സാദർശത? എന്തളകിയാലും എന്തളക്കിയാലും പിടിച്ചു കുലിക്കിയാലും പിടിച്ചു വലിച്ചാലും ഒരനക്കും അതിന്റെ ഈമാനുണ്ടാവില്ല മുഅ്മിനായ മനുഷ്യൻ. ഈത്തപ്പന മരത്തിന്റെ ഈ ഇലക്കും ഉണ്ടാവില്ല. കാറ്റങ്ങനെ അടിച്ചാൽ മുമ്പരങ്ങനെ നിന്ന് ആടി കൊടുത്തു. മരം തന്നെ ആണെങ്കിൽ ആടും, ഞാൻ തന്നെ ആടും. പക്ഷേ കൊയിഞ്ഞാടുവോ? കൊയിച്ചടിച്ചാൽ കഴിയോ ഏതെങ്കിലും ഒരു കാറ്റിന്? സത്യമാണ്. അതുപോലെ
റോക്കറ്റ് അടിച്ചാൽ, ഏത് കോളിളക്കമുണ്ടാക്കിയാലും, എന്ത് തന്നെ നടത്തിയാലും മുഅ്മിനായ മനുഷ്യന്മാരുടെ ഈമാൻ ഇളക്കാൻ സാധ്യമല്ല. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ ആ ഒരു സ്വഭാവം നമുക്കുണ്ടാവണം. നമ്മളുടെ ഈമാൻ ഒരിക്കലും, നമ്മൾക്കുള്ള ഈമാൻ എവിടുന്ന് കിട്ടി? അലൈക്കും ബിദീനിൽ അജായിസി. അതാ റസൂൽ പറഞ്ഞിട്ടുള്ളത്, അലൈക്കും ബിദീനിൽ അജായിസി. നല്ല വയസ്സെത്തിയാളെ ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാൻ തന്നെ നിങ്ങൾക്കും വേണം. വയസ്സെത്തിയാക്കൊരു ഈമാണ്ട്. ഓലടുത്ത് അങ്ങനെ പോയാല് എന്തെങ്കിലും ഒന്നും പറഞ്ഞു നോക്കിക്കോ, ഇക്കജന്റെ പണി നോക്കിയെന്ന് പറയും. അത് അവരുടെ ഈമാനാ. അവർക്ക് ആയത്തും ഹദീസൊന്നും വേണ്ട. അവർക്ക് ആയത്തും ഹദീസൊന്നും വേണ്ട. ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ, ഖുർആനിലുണ്ടോ എന്നൊന്നും ചോദിക്കാൻ വരൂലോല്. ഓലടുത്തത് കേട്ടു പോന്നിരുന്നും ചെയ്തു പോന്നിരുന്നും കാര്യത്തിന് എതിരായ ഒന്നുമായിട്ടാണ് ചെന്ന് നോക്കിയാൽ അവരപ്പ തന്നെ കുറ്റിച്ചൂലെടുത്തിട്ട് ഇറങ്ങുക. പോടാ, പിന്നെ അവനെ കാണൂല. ആ ഈമാങ്ങൾക്ക് വേണമെന്നാ റസൂല് പറഞ്ഞ അലൈക്കും ബിദീനിൽ അജായിസി. അങ്ങനത്തെ നല്ല വയസ്സത്തികളുടെ ഉറച്ച ഈമാണ്ടല്ലോ, അത് നിങ്ങൾക്കും വേണം. അത് നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ സാധിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടവരാണ്. അതല്ല എല്ലാത്തിനും ആടാൻ നിൽക്കുന്ന ആളാണെങ്കിലോ അങ്ങനെ എങ്ങനെ എന്താ പറയണ, ഇതിനുണ്ടോ കാര്യം, ഇതിനുണ്ടോ കാര്യം എന്ന് ചിന്തിച്ചുകൊണ്ട് അതിലിങ്ങനെ ഇളകിയും കൊണ്ട് നിൽക്കുകയാണ്, ആടിയും കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളറിയാതെ നമ്മളെ ഈമാൻ പോണത് അത് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ വരും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ കാര്യത്തിൽ എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഇതാ, നമ്മളൊക്കെ പണ്ട് കാലം മുതൽക്ക് തന്നെ അടിയുറച്ച് വിശ്വസിച്ച് പോരുന്ന ഒരു പരിശുദ്ധ മാർഗം. ആ മാർഗത്തിന് ഈ കാലം അത്രയും 15 നൂറ്റാണ്ടായില്ലേ, ഈ കാലം അത്രയും അത് പൊളിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ലല്ലോ. പൊളിയില്ലത്. കാരണം എന്തുകൊണ്ട്? അത് അത്രമാത്രം ഭദ്രമാണ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അത് അത്ര ഭദ്ര. അതിനെ കളക്കാനും പൊളിക്കാനും ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ അത് തന്നെയാണ് ഇപ്പോ ഈ കാലഘട്ടത്തിൽ ആ ദീനിന്റെ കാവൽക്കാരി നമ്മളെ മുൻഗാമികള് അത് അതുപോലെ നമ്മൾക്ക് കൈമാറി തന്നത് കൊണ്ടാണ് നമ്മളിപ്പം ഈ സ്ഥിതിയിൽ നിൽക്കുന്നത്. ഇനി നമ്മളുടെ ശേഷമുള്ളവർക്കും നമ്മൾ ഇതുപോലെ കൈമാറി കൊടുക്കണം. അത് കേട്ടു, ഇത് കേട്ടു, അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മളും ആകെ അയിമക്കിടന്ന് ആടിക്കളിച്ച് നമ്മളെ ഈമാനും ദീനും ഒക്കെ നഷ്ടപ്പെട്ടാൽ നമ്മളൊക്കെ വരും തലമുറകളുടെ മുഴുവനും ശാപത്തിന് കാരണമാവും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇറങ്ങരുത്. നമ്മളുടെ വിശ്വാസവും ആ പ്രമാണവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മളുടെ ശേഷം വരുന്ന തലമുറകൾക്ക് അത് അതുപോലെ കൈമാറി കൊടുക്കുകയും ആ നിലക്ക് ആ ദീനിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും ചെയ്യണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്നും ദുആ ചെയ്തുകൊണ്ട്